ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിനു ബലമെങ്കിൽ എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക സുനി. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു ബുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാൻ ഒരു ശക്തനെന്നാകിൽ പുറപ്പെടുക സുനി എന്നരുൾ ചെയ്തിരുന്നരുളീടിനൻ. നിന്നുട സോദരൻ തന്നോടുകൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടു ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ. കവിപുങ്കവപാലിതം പർവ്വത സന്നിഭന്മാരായ വാനരർ ഉർവികുലുങ്കവി ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതം വരനായകന്മാരനും ഹുംകാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കെട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയൊടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോട് വാൾ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോട്. നീലനം സേനാപതി വന്യനന്ദനൻ അംഗദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിത നന്ദനൻ അദ്രിശൃംഗോപമൻ. തൽപാർശ്വസീമനി നിൽക്കുന്നതു കണ്ടു വാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉടനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭൻ. അങ്ങേത് അവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ. അങ്ങേത് അവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവം നളൻ അതിനങ്ങേതു ബോധമേറും. വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കുമുദൻ വിനതൻ വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായി പ്രമദാതിശതബലിയേ. സാരനം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ധരിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖൻ
ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനരനായകന്മാർ 67 കോടി കൊണ്ട് അറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളവയെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ല, ആദിനാരായണനം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി, സോദരൻ ലക്ഷ്മണനായത് അനന്തനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക. വഴിപോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മകതത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസമേധാസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും ജ്ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ അന്ധ ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരവസ്ഥ ഭവിക്കുന്നത് ധീമതം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢ. പുണ്യപാപങ്ങളോടും ചേർന്ന ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങൾ അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്ന് ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനി. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മന കണ്ടു തെളികനി. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാര അർത്ഥഗൃഹാദി വസ്തുക്കളിൽ സക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സോകരസ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിത് ആ ഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്കു മഹാമതേ. പൗലസ്ത്യപുത്രന ബ്രാഹ്മണഭ്യൻ ഭവൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനർ അജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്ത് ഇങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ.
രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാഭരണദ്വയൻ സീതയെ രാമനു കൊണ്ടു കൊടുത്തു തൻ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലാകിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിൽ ഇല്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത്. നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമ രാമായിരി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലും മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം സുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനം ക്രോധതാമ്രക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാ. അത്യന്തരോഷേണ നോക്കിയുറ ചെയ്ത ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തൊരു ഉപകാരം ഓർക്കയാൽ ഉണ്ട് കാരുണ്യമെനിക്ക്. അതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ല എന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോകനി. കേട്ടൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നോ തൻ മന്ദിരം ബുക്കിരും നേടിനാൻ. ബ്രാഹ്മണശിഷ്ടൻ പുരാസുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായി കൊണ്ടു യാഗാദി കർമ്മങ്ങൾ ചെയ്ത് നേടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരേ നിർജ്ജരവൈരികുലശ്രേഷ്ഠനാകിയ വജ്രധംഷ്ടൻ മഹാദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലോ ശോഭാകാരത്തിന് നന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുക്രാസമേ
സംപ്രാപ്തനായൊരു ദിവസം ബലൻ കുംഭോത്ഭവനാമഗസ്ത്യ സുഖാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലൽ സംഭൂജിതനം അഗസ്ത്യതബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദ്രംഷ്ടാസുരൻ ചെന്നൻ അഗസ്ത്യരൂപം ധരിച്ചു അന്തരാ ചൊന്നാൻ സുഖനോട് മന്ദഹാസാന്വിതം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ട് ഭ്രഷ്ടമായുണ്ണേണമിന്നു നമുക്കടോ ചാകമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സപ്തമൻ എന്നളവെ സുഖൻ പത്നിയോടും ദദാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൻ മധ്യേ സുഖപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്ത് അൻപോട് തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞേടിനൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം സുഖനെ ശപിച്ചിത് മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായി നിവൃത്തിയിൽ വാഴുക മത്തപോമൈഭവൽ ഇത്തം ശപിച്ചതു കേട്ട് സുഖൻ താനുമെത്രയും ചിത്രം എന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ ചൊല്ലു ചൊല്ല് എന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലേണം എന്നതു കേട്ടു സുഖനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞേടിനാൻ മജ്ജനത്തിനെടും നൽകിയ ശേഷം ഇതി ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനമാംസ സമന്വിതം വേണമെന്ന് അഞ്ജസാ ഞാൻ അതു കെട്ടിതു ചെയ്തതും ഇത്തം സുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിന വൃത്താന്തം ഉൾക്കാമ്പു കൊണ്ടു കണ്ടോരളവ് ഉൾതാപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയം യാമിനീ സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞൻ ബലാൽ ഊനം വരാ വിദിതൻ മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയും ആകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും രാഘവൻ വാനരസേനയുമായി ചെന്നു ഉരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം
അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും. ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദര. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്ന ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു നീ ദേവപ്രിയനായി വരും പുനർ രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ചു. സാക്ഷാൽ ദ്വിജത്വവും വന്നു കൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. ചരനായൊരു സുഖൻ പോയോരനന്തരം ഘോരനം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോപരനുമിരുത്തിയതോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീയെല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാസഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിട്ടിടിവെട്ടും നിതന്വകം ചോരയും പെയ്യും നിദുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംഷ്ടാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടു മൗവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ഡനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തത കാലനയുണ്ടു കാണും നിതെല്ലാടവും. കാലം ആപത്തിനുള്ളൊന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദേ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുക അദ്വയനം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നു യോഗികൾ.
ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളും. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം. പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു സാന്ത്വനം മാല്യവൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കെട്ടു പൊറാഞ്ഞു. ദശമുഖൻ പിന്നെ ആ മാല്യവൻ തന്നോടു ചൊല്ലിന, മാനവനായ കൃപണനം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജലനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വീണ്ടും നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനം മിത്രം, യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ് അമാത്യന്മാരുമായി ദശഭക്തനോ പ്രാസാദമൂർധനി കരേറിനാൻ. ഇത്തം പറഞ്ഞ് അമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധനി കരേറിനാൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ.